ഡിസംബർ 10 ആഗമനകാലത്തിലെ 2-ാം വാരത്തിലെ ചൊവ്വാഴ്ച. മത്തായി 18:12 മുതൽ 14 വരെ വാക്യങ്ങൾ. റോമിലെ സെൻറ്റ് കാലിസ്റ്റോ കാറ്റക്കൂമിൻ്റെ ചുവരുകളിൽ യേശു തൻ്റെ തോളിൽ ഒരു ആടിനെ ചുമക്കുന്ന ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഇത് വരച്ചിരിക്കുന്നത്. ആദിമ ക്രിസ്ത്യാനികൾ അവശേഷിപ്പിച്ച ഈ കല അവരുടെ വിശ്വാസത്തിലേക്കുള്ള ഒരു ജാലകം നമുക്ക് പ്രദാനം ചെയ്യുന്നു. 100 ആടുകളുള്ള ഒരു ഇടയൻ്റെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷം. ആടുകളിൽ ഒന്ന് അലഞ്ഞു തിരിയുന്നു. ഇടയൻ 100 ആടുകളെ മേയ്ക്കുന്നുണ്ടെങ്കിലും തൻ്റെ ഒരു ആടിനെ കാണാനില്ലെന്ന കാര്യം അയാൾക്ക് വ്യക്തമായി അറിയാൻ സാധിച്ചു. അതിനെ കണ്ടെത്തി ആട്ടിൻകൂട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചു. നമുക്കറിയാവുന്നതുപോലെ ഇടയൻ 99 ആടുകളെ ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോകുന്നു. യേശു നമ്മുടെ ഇടയനാണെന്നും നാം അവിടുത്തെ ആടുകളാണെന്നും നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഇടയനിൽ നിന്നും ആട്ടിൻകൂട്ടത്തിൽ നിന്നും നാം അലഞ്ഞു തിരിയുകയോ വഴിതെറ്റിപ്പോവുകയോ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വഴിതെറ്റിപ്പോയ ഒരു സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു സമയം, ഒരുപക്ഷേ ദിവസങ്ങളോ മാസങ്ങളോ ആയിരിക്കും. യേശു അപ്പോഴൊക്കെ നിങ്ങളെ അന്വേഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ യേശു നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. നഷ്ടപ്പെട്ടുവെന്നും ഒറ്റയ്ക്കാണെന്നും തോന്നുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് പോലെ യേശുവിൻ്റെ സാന്നിധ്യം ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടണമെന്നില്ല. എങ്കിലും ഒന്ന് ഓർക്കുക, യേശു നമ്മോടൊപ്പമുണ്ട് എപ്പോഴും. അവിടുന്ന് ഒരിക്കലും നമ്മെ വിട്ടുപോകുന്നില്ല. സാധാരണ നമ്മളാണ് അവനിൽ നിന്ന് അകന്നു പോകുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കുകയും നിരുപാധികം നമ്മെ സ്നേഹിക്കുന്നവൻ്റെ അടുത്തേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യും. ഒരു കാര്യം ഇന്നത്തെ ഉപമയിൽ നിന്ന് കാണാം. ഇടയൻ ഈ നഷ്ടപ്പെട്ടു പോയ ആടിനെ ശാസിക്കുന്നില്ല. അതിനെ കണ്ടെത്തുന്നതുവരെ അവൻ തിരഞ്ഞു. കണ്ടെത്തിയപ്പോൾ അതിനെ ആട്ടിൻകൂട്ടത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയതിൽ ഇടയനും കൂടുതൽ സന്തോഷിക്കുന്നു. നമ്മെ കണ്ടെത്തുന്നവരെ യേശു നമ്മെ അന്വേഷിക്കുകയും തൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരാൻ നാം അവനെ അനുവദിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യേശു നമ്മെ അന്വേഷിക്കുകയോ നമ്മുടെ തിരിച്ചു വരവിനായി ആഗ്രഹിക്കുകയോ ചെയ്യാതിരിക്കില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. അതെ, നാം ഓരോരുത്തരും അവൻ്റെ ദൃഷ്ടിയിൽ പ്രത്യേകതയുള്ളവരാണ്. നമ്മളെക്കുറിച്ച് നമുക്ക് എത്ര നിസ്സാരനാണെന്ന് തോന്നിയാലും നമ്മുടെ പിതാവും സൃഷ്ടാവുമായ ദൈവത്തിന് നമ്മെക്കുറിച്ച് വളരെയേറെ ഉയർന്ന ചിന്തയുണ്ട്. അതുകൊണ്ടാണ് അവൻ തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു നിങ്ങളെയും എന്നെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാൽ നമ്മെ തന്നെ കണ്ടെത്താനുള്ള നമ്മുടെ തീരുമാനം ഉറച്ചതായിരിക്കട്ടെ. നമ്മെ അവൻ്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ നാം ഇന്ന് അവനെ അനുവദിക്കുമോ?
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.